നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണെന്നും പാകിസ്ഥാൻ ഇന്ത്യയെ പരമാവധി അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപിപ്പിക്കുകയാണെന്നും ഇന്ത്യ ഉടൻ തന്നെ പാകിസ്ഥാനിൽ ഒരു സൈനിക നടപടിക്ക് മുതിരാനുള്ള സാധ്യതയുണ്ട് എന്നും 2 ദിവസം മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് അതിർത്തി നിയന്ത്രണ രേഖകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. അതിൽ ചില സൈനികർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളോളം ഇത്തരത്തിലുള്ള ചെറിയ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യൻ ഭാഗത്ത് പരമാവധി ആൾനാശം വരുത്തുക എന്ന ഒരു പാകിസ്ഥാൻ്റെ നയമാണിത് എന്ന തിരിച്ചറിവോടുകൂടി ഇത് എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള സൈനിക നടപടിക്ക് ഇന്ത്യൻ സൈന്യത്തിന് അംഗീകാരം നൽകിക്കഴിഞ്ഞു സർക്കാർ എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ വാർത്ത ചെയ്തത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ഒരു പ്രതിരോധ മന്ത്രിയാണ് അത്തരത്തിൽ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായും അതിർത്തി രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സൂചന തന്നെയാണ്. തീർച്ചയായും അത് ഒരു സന്ദേശം പാകിസ്ഥാന് നൽകും. പാകിസ്ഥാൻ അതനുസരിച്ച് അലർട്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ദൗത്യം അമിത്ഷാ ഏറ്റെടുക്കുന്നത്. കശ്മീർ പ്രദേശങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിന് പാകിസ്ഥാൻ കവറിംഗ് ഫയർ നൽകാൻ ആരംഭിച്ചിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാനാകുമെന്ന് പഠിക്കാനാണ് തീർച്ചയായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് സൂചന. എന്തായാലും പാകിസ്ഥാനെ അമിത്ഷായുടെ സന്ദർശനം ഭയപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ LOC മേഖലകളിൽ ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ചോർത്തിയെടുത്ത വിവരങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ചില ഉപഗ്രഹങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ സ്വാത്ത് താഴ്വരയിലും മറ്റും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതവിടെ ഷെൽട്ടറുകൾ നിർമ്മിക്കുക, ആയുധങ്ങൾ വിന്യസിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് ഒരു വിഭാഗം പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലാണ് ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ സേന നടത്തുന്നത്. അവിടെയുള്ള സെയ്ദു ഷെരീഫ് വിമാനത്താവളം കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നു, സൈനിക ഒരുക്കങ്ങൾ നടത്തുന്നു. തീർച്ചയായും ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഭീകരവാദികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ കാർഗിൽ മോഡലിൽ ഒരുപക്ഷെ ഒരു മുന്നേറ്റത്തിനായിരിക്കാം പാകിസ്ഥാൻ ഒരുങ്ങുന്നത് എന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില നീക്കങ്ങൾ കണ്ട് ഭയന്ന് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യ ഒരുപക്ഷെ മുതിർന്നേൽക്കുമോ എന്ന ഒരു ഭയത്താൽ അവിടെ ചില പ്രതിരോധങ്ങൾ തീർക്കുകയാണ് എന്നാണ് മറുവിഭാഗം പറയുന്നത്. എന്തായാലും രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അമിത്ഷായുടെ സന്ദർശനം അതിന് പാകിസ്ഥാന് വലിയ രീതിയിൽ പ്രചോദനം നൽകുന്നുണ്ട്. അതായത് അമിത്ഷായുടെ സന്ദർശനം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നു. പാകിസ്ഥാനെതിരെയുള്ള ഒരു സൈനിക നടപടി ഇന്ത്യ ആലോചിക്കുന്നു എന്ന് പാകിസ്ഥാന് ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന LOC നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും സ്വാത്ത് താഴ്വരയിലുമെല്ലാം വലിയ രീതിയിൽ സൈനിക ഒരുക്കങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുകയുമാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അല്ലെങ്കിൽ ഇത്തരം സൈനിക നീക്കങ്ങളുടെ പിന്നിൽ എന്ത്, അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.